ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നോ കോക്കനട്ട് ലഞ്ച് ഉണ്ടാക്കാം. അതായത് തേങ്ങയൊന്നും അരയ്ക്കാത്ത കറിയൊക്കെ കൂട്ടി ഒരു ഊണുണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുട്ടയാണ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വെക്കും. ആ സമയത്ത് നമുക്ക് നമ്മുടെ സബോള കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഞാനൊരു 3 സബോളയോളം എടുത്തിട്ടുണ്ട്. കാരണം മുട്ട റോസ്റ്റിന് കുറച്ച് സബോള വേണമല്ലോ, ഉള്ളി ശകലം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 സബോള എടുത്ത് കനം കുറച്ച് അരിഞ്ഞ് വെക്കുക. ഇച്ചിരി നൈസായിട്ട് അരിയുന്നതായിരിക്കും ഇതിന് നല്ലത്. പിന്നെ വേറൊന്നുമില്ല, നമ്മൾ തക്കാളി ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതും കുറച്ച് ഇഞ്ചിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുക. പിന്നെ നമ്മുടെ ഇതും കറിവേപ്പില, അത്രയേ ഉള്ളൂ, വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ പാൻ വെച്ച് എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ്. എണ്ണ ശകലം കൂടുതൽ, സാധാരണ നമ്മൾ തോരനൊക്കെ കടുക് വറക്കുന്നതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കടുകും മുളകും പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ സവോള, ഇഞ്ചിയും കറിവേപ്പിലയും നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് വഴണ്ടി വെക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേണം ഇത് വഴറ്റാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് വഴണ്ടി വരുന്നതാണ് ഇതിൻ്റെ ഒരു പരിവാട്. നന്നായിട്ട് വഴണ്ടി വന്നാൽ ഇതിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത് വഴലാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ആ ടൈമിൽ നമുക്ക് ക്യാബേജ് ഒന്ന് അരിഞ്ഞെടുക്കാം. ക്യാബേജ് ഞാനൊരു മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, പക്ഷേ ക്യാബേജ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞല്ല ചെയ്യുന്ന, കുറച്ച് വീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ. നമ്മൾ തോരൻ അരിയുന്ന പോലെ അരിയുന്നത്, കുറച്ച് വീതിയിൽ ഈ രീതിക്ക് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ക്യാബേജ് അരിഞ്ഞത് മാറ്റി വെക്കുക. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല, മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ശകലം ഗരം മസാല ചേർത്ത് കൊടുത്തു. അത് കുറച്ച് ഇച്ചിരി നല്ലതായിരിക്കും. അപ്പോൾ ഞാനൊരു നുള്ളു ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുഴുങ്ങിയ മുട്ടയും കൂടി അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടങ്ങ് മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് നല്ലപോലെ കുറുക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുട്ട റോസ്റ്റ് റെഡിയാവും. അപ്പം അതവിടെ ഇരുന്ന് ചെറിയ തീയിൽ നന്നായിട്ട് വറ്റി വരട്ടെ. ഇനി നമുക്ക് നമ്മുടെ ക്യാബേജ് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 3-4 ചെറിയുള്ളിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കണം. അത് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ അത്രയുള്ള അതിൻ്റെ പരിപാടി. അപ്പോഴത്തേനും നമ്മുടെ ഇവിടെ മുട്ടയൊക്കെ നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയമാകുമ്പോഴത്തേനും നമ്മൾ ഓഫ് ചെയ്യണം. പിന്നെ ഇത് തന്നെ ഇരുന്നങ്ങ് വറ്റിക്കോളും. കൂടുതൽ നേരം സ്റ്റൗ ഓൺ ചെയ്തുകൊണ്ട് കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റ് പാകത്തിനായി കിട്ടും. എന്നിട്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് ക്യാബേജ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ മുട്ട റോസ്റ്റ് മാറ്റി വെച്ചു. മുട്ട റോസ്റ്റ് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ആ സെയിം പാനിൽ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. കാരണം വെറുതെ എന്തിനാ, നമ്മൾ എന്തായാലും ഇത് 2 പേരും നോൺ വെജിറ്റേറിയനാണ്. അപ്പം പിന്നെ മുട്ടയല്ലേ, അപ്പം വലിയ കുഴപ്പം കാണത്തില്ല. അതും ക്യാബേജും കൂടെ ആകുമ്പോഴത്തേനും. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു ചതച്ച് വെച്ചിരിക്കുന്നത് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ക്യാബേജും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത്രയും പരിപാടിയുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം റെഡിയാവും. വേറൊന്നും ചേർക്കാനില്ല. അത് കുരുമുളക് ചേർത്ത് ഇങ്ങനെ ഒരു മെഴുക്കുവരട്ടി ക്യാബേജ് വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പം ആ സമയത്ത് ഞാൻ അതും കൂടെ ആയപ്പോഴത്തേന് ഏകദേശം ആയി. അപ്പം ഞാൻ ആ ഭാഗം ഒന്ന് വൃത്തിയാക്കിയിട്ട്
അങ്ങ് ക്യാബേജിൻ്റെ അതൊക്കെ അത് വീണ് കിടന്നൊക്കെ അങ്ങ് മാറ്റി വൃത്തിയാക്കുകയാണ്. ഇനിയുള്ളത് ഒരു മോരുകറിയാണ്. ഇതെൻ്റെ മിക്ക വ്ലോഗിലും ഞാൻ എടുത്തിട്ടുള്ള മോരുകറിയാണ്. ചുമ്മാ കടുകും ഉലുവയും ജീരകമൊക്കെ കൂടെ മൂപ്പിച്ചിട്ട ഒരു മോരുകറി. അപ്പോൾ ആ മോരുകറിയും ഈ ഒരു ക്യാബേജ് മെഴുക്കുവരട്ടിയും മുട്ട റോസ്റ്റും ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. തേങ്ങയൊന്നും ഇല്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ ബൈ ബൈ, സീ യു.